ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരു സഹാബി വനിതയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ മോളല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി പിടിച്ച ആ സമയം ഞാൻ റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ വീടുകൾ സന്ദർശിച്ചു. അപ്പൊ ഞാൻ പോകുമ്പോ കാണുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിൽ കിടക്കുകയാണ്. തങ്ങളുടെ തലഭാഗത്ത് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ തുള്ളി വെള്ളം റസൂലുള്ളാഹി തങ്ങളുടെ തലയിലേക്ക് ഉറ്റി വീഴുന്നുണ്ട്. അതിശക്തമായ പനിയുടെ ചൂട് അകറ്റാൻ ചെയ്തതാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗ ദഅൗത അല്ലാഹ ഫശഫാക്. നിങ്ങൾ ഇത്രത്തോളം പനി കൊണ്ട് പ്രയാസപ്പെടുന്നെങ്കിൽ ഒന്ന് അല്ലാഹുവോട് ദുആ ചെയ്തൂടെ, ഇതൊന്ന് ശിഫയാക്കി തരാൻ, അങ്ങക്കൊരു സന്തോഷം, സമാധാനം, ആശ്വാസം തരാൻ. ഇത് കേട്ടപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശദ്ദിൻ നാസി ബലാഅൻ അൽ അംബിയാ. ഫാത്തിമ, നിനക്കറിയോ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും ശക്തമായി പരീക്ഷിക്കുക നബിമാരെയാണ്. അതിനെന്തു മനസ്സിലാക്കണം? പരീക്ഷണങ്ങൾ വരുന്നത് അള്ളാന്റെ വെറുപ്പ് കൊണ്ടല്ല. എന്തെങ്കിലും ഒന്ന് തന്നിട്ട് അടിമയെ പ്രയാസപ്പെടുത്തുന്നത് ആ അടിമയോട് ദേഷ്യം പിടിച്ചിട്ടല്ല, അയാളുടെ ഈമാനിലും അയാളുടെ ഇബാദാത്തുകളിലും അയാൾക്ക് അള്ളാഹിനോടുള്ള മുഹബ്ബത്തിലും അള്ളാഹുവിന് തൃപ്തിയായത് കൊണ്ടാണ്. ആ അടിമനെ അള്ളാഹു ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു, ആ അടിമയെ അള്ളാഹു സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ അടയാളമാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയുബ്തല അർറജുലു അലാ ഹസബി ദീനി. ഒരാൾ പരീക്ഷിക്കപ്പെടുക അയാളുടെ ദീനിന്റെ തോതനുസരിച്ചാണ്. ദീൻ നല്ലോണം ഉണ്ടെങ്കിൽ നല്ല ഉറച്ച ദീനുണ്ട് അയാൾക്ക്, ഒരടുമണി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ മാറോട് ചേർത്ത് കെട്ടിയിട്ടവനാണ് എങ്കിൽ അവന്റെ പരീക്ഷയും അതേപോലെ വരും. കാരണം എന്താ അറിയോ, അയാൾക്ക് ചെറിയ പരീക്ഷ കൊടുത്താൽ സുഖമായിട്ട് ആൾ രക്ഷപ്പെട്ടു പോകും, ഈസി ആയിട്ട് അങ്ങ് ജയിക്കും. ഈമാനിന്റെ ഉറപ്പനുസരിച്ച് ശക്തമായ പരീക്ഷകൾ നൽകും. അപ്പൊ ആ പരീക്ഷയും പ്രയാസമായിരിക്കും, ജയിക്കലും പ്രയാസമായിരിക്കും. ഇനി അവന്റെ ദീനാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. എപ്പോഴെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട്, വല്ലപ്പോഴും അനുസരണക്കേട് വന്നു പോവാറുണ്ട്, അത്ര ഉറച്ചിട്ടില്ല എങ്കിൽ അവനുണ്ടാകുന്ന പരീക്ഷയും അതേപോലെ കുറവായിരിക്കും. എങ്കിൽ സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പരീക്ഷകൾ കൂടുന്നുണ്ട്, പ്രയാസങ്ങൾ കൂടുന്നുണ്ട്, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ നെട്ടോട്ടമോടുകയാണ്. പക്ഷെ കൂടെ നല്ല ദീനുണ്ട്. മനസ്സിലായിക്കൊള്ളണം, അള്ളാഹു നിനക്ക് ദുനിയാവ് കൂടുതൽ തന്ന് അള്ളാഹുമായിട്ടുള്ള ആ ബന്ധത്തെ കുറക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, മറിച്ച് പരീക്ഷകൾ തന്ന് ആ ബോധത്തോടെ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കിയ അടിമ എന്തു പറയും? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അയാളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായൂല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇത് ചെറിയ ഈസിയായ കാര്യമല്ല. ഈ പ്രസംഗിക്കുന്ന ഞാനായാലും പരീക്ഷ വന്നാൽ പതറിപ്പോവും. നല്ലോണം പഠിച്ച് ഉറക്കമൊഴിഞ്ഞ് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടി ഹാളിൽ പോയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, നല്ല ബുദ്ധിയുണ്ട്, ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവനാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം ഓനായാലും ഒന്ന് പറക്കും. സത്യവിശ്വാസിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മായൂല. അയാളുടെ മുഖത്ത് ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവൂല. കളോ മനസ്സിലാക്കുന്ന എന്താ അറിയോ? എന്റെ റബ്ബിത എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. അങ്ങനെ പറയുള്ളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അങ്ങനെ മനസ്സിലാക്കിയാൽ അള്ളാന്റെ പരീക്ഷണങ്ങളെ അവന്റെ ദീൻ പരിഗണിച്ച്, സ്നേഹം പരിഗണിച്ച്, അല്ല ഇങ്ങോട്ട് പരിഗണിച്ചിട്ട് തരുന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ അല്ല എത്രത്തോളം പരീക്ഷിക്കുന്നറിയോ? അവസാനം അയാൾ സഹിച്ച് 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 ക്ഷമിച്ച് മരിക്കുന്നതിന് മുമ്പ് ഒരു പോയിന്റിന് തെറ്റുകൾ, പാപത്തിന്റെ കറ പോലും ഇല്ലാതെ അള്ളാഹു ദുനിയാവിൽ അയാളെ ക്ലിയർ ആക്കും.
വിശ്വാസിക്കതാണ് ആവശ്യം. അവസാനം മലക്കുൽ മൗത്ത് വന്ന് യാത്രക്ക് വിളിക്കുമ്പോഴും അയാൾ ആ പ്രയാസത്തിലായിരിക്കും. പക്ഷെ അയാളുടെ കൽബ് സൂര്യനേക്കാൾ അധികം പ്രകാശിക്കുന്ന തരത്തിൽ കറുപ്പുകൾ മാഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു പരീക്ഷിക്കും, ഫക്കാന ഖൈറൻ ലഹ്, മുഅ്മിൻ ക്ഷമിക്കും, അതവന് ഖൈറായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യും. മുൻഗാമികളായ ചില അമ്പിയാക്കളെ പറ്റി, ചില സാലിഹീങ്ങളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻകാന അഹദുഹും ലയുബ്തലാ ബിൽ ഫഖ്രി, അവരിൽ ചില ആളുകൾ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. പൈസ ഇല്ല, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഭക്ഷണമില്ല കഴിക്കാൻ, ധരിക്കാൻ വസ്ത്രമില്ല, ജീവിതം സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവര് പരിധി വിട്ടില്ല, അള്ളാഹ് എല്ലാത്തിനടുത്തേക്ക് പോയതുമില്ല, മനസ്സുകൊണ്ട് പോലും അള്ളാഹിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചതുമില്ല. ഹാജറിനെ പോലെ. നമ്മൾ ഉംറയ്ക്ക് ഹജ്ജിന് പോയി സഅയ് ചെയ്യുമ്പം നമ്മളെ മനസ്സിൽ വരുന്ന വല്ലാത്തൊരു സംഗതി എന്താ അറിയോ? ഹാജർ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ, ഇസ്മായിലിന്റെ ഉമ്മ, നമ്മുടെ റസൂലുള്ളാഹിന്റെ ഉമ്മുമ്മ, ഇസ്മായിൽ നബിന്റെ ഉമ്മ. അവര് സഫാ മലന്റെ മുകളിൽ കയറി. ഇന്നത്തെ എയർ കണ്ടീഷൻ ചെയ്ത സഫ എന്ന മാർബിൾ വിരിച്ച ഹാളല്ല, അന്നത്തെ സഫ പർവ്വതം. പിന്നെ മർവയിലേക്ക് നടന്നു, 1/2 കിലോമീറ്റർ ഉണ്ട് മർവയിലേക്ക്. അങ്ങനെ 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഹാജർ. എന്ത് കിട്ടാൻ? ഒരിറക്കി വെള്ളം. അപ്പുറത്ത് കഅബാലയത്തിന്റെ മുറ്റത്ത് ഇസ്മായിൽ വെള്ളം കുടിക്കാൻ കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് പൊട്ടിക്കരയുകയാണ്. ആ പിഞ്ചു പൈതലിന്റെ കരച്ചിൽ ഈ ഉമ്മാക്ക് താങ്ങാൻ കഴിയുന്നില്ല. മലയുടെ അപ്പുറത്തെങ്ങാനും ആരെങ്കിലും വന്ന് തമ്പടിക്കുന്നുണ്ടെങ്കിൽ അവരോട് കുറച്ച് വെള്ളം ചോദിക്കാം, അതിനായി ഓടുന്നത്. 7 പ്രാവശ്യം അഥവാ 3.5 കിലോമീറ്റർ ഇന്ന് ഓടി കിതച്ചു വന്നു. പക്ഷേ ആ 7 പ്രാവശ്യം ഓടിയ കൂട്ടത്തിൽ ഒരിക്കൽ പോലും മനസ്സിൽ തോന്നിയിട്ടില്ല, എന്താ റബ്ബേ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ ഇബ്രാഹിമിന്റെ ഭാര്യയല്ലേ, ഈ പഞ്ചു പൈതലിനെ കണ്ടിട്ടെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ എന്നൊരു ചിന്ത ഹാജറാന്റെ മനസ്സിൽ വന്നിട്ടില്ല. മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പരീക്ഷയാണ്. ജയിച്ചു. ആ വിജയം ഇന്നും സാക്ഷിയായി ദുനിയാവിലുണ്ട്, സംസം കിണറിന്റെ കോലത്തിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു ചില ആളുകളെ പരീക്ഷിച്ചു. എത്രത്തോളം അറിയോ? ഹത്താ മാ യജിദു അഹദുഹും ഇല്ലൽ അബാഅത യുഹവ്വിഹാ, ഒന്ന് പുതച്ച് ഉറങ്ങാനുള്ള ഒരു പുതപ്പല്ലാതെ വേറെ ഒന്നും അവരെ കൈമലില്ല. അത്രത്തോളം അള്ളാഹു ഞെരുക്കി അവരുടെ ജീവിതത്തിൽ, ഒന്നും കൊടുത്തില്ല. പക്ഷേ അവരുടെ അവസ്ഥ എന്താണെന്നറിയോ? വഇൻ കാന അഹദുഹും ലയഫ്റഹു ബിൽ ബലാഇ കമാ യഫ്റഹു അഹദുകും ബിർറഖാ, നല്ല സുഖവും സൗകര്യവും കിട്ടുമ്പം നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുമോ ആ സന്തോഷമായിരുന്നു അവർക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ. എന്തായിരിക്കും അതിന്റെ കാരണം? അവര് മനസ്സിലാക്കിയത്, എന്താ റബ്ബെന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു, അവിടെ അവർ സന്തോഷിക്കും. നമ്മളെ അവസ്ഥ എന്താണ്? ഞാനിത് പ്രസംഗിക്കുന്നത് ഞാൻ എന്റെയും നിങ്ങളുടെയും ഈമാൻ അളക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാന്റെ തീരുമാനത്തെ നമ്മൾ സ്വീകരിക്കുന്ന നമ്മളുടെ നിലപാട് ഒന്നുകൂടി ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ, ഏറ്റവും മഹത്തായ പ്രതിഫലം ആർക്കുള്ളതാണെന്നറിയോ? ഏറ്റവും ശക്തമായി പരീക്ഷിക്കപ്പെടുന്നവർക്ക്. എന്നിട്ട് ഇങ്ങനെ കൂടി പറഞ്ഞു തന്നു നമ്മളെ ആശ്വസിപ്പിക്കാൻ. പരീക്ഷിക്കപ്പെടാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. സാമ്പത്തിക പ്രയാസം ഉണ്ടാവും, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമൂഹികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. എന്തുണ്ടെങ്കിലും കേട്ടോളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ, വഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു സ്നേഹിച്ചാൽ, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത്? അള്ളാന്റെ മുഹബ്ബത്തിന്റെ ഗൗരവം അറിയാത്തവർക്ക് ഈ ഹദീസ് മനസ്സിലാവില്ല. അവർ അള്ളാനെ ആക്ഷേപിക്കും. എന്തിപ്പോ ഇത്രയും നിഷ്കരിച്ചിട്ട് എന്താ കാര്യം? എങ്ങനെ തൗഹീദ് മുറുകെ പിടിച്ചിട്ട് എന്താ കാര്യം? സുന്നത്തിനെ ഇത്ര സ്നേഹിച്ചിട്ടും എന്തുണ്ടായി നേട്ടം എനിക്ക് ദുനിയാവിൽ? ഇത് പറയും ആര്? അള്ളാന്റെ മുഹബ്ബത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാത്തവർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതറിഞ്ഞ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ അഹബ്ബല്ലാഹു ഖൗമാ, ഒരാളെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, വാരിക്കോരി കൊടുക്കലല്ല, മറിച്ച് പരീക്ഷിക്കാൻ തുടങ്ങും.
നമ്മളുടെ ഇഷ്ടയൂല ചങ്ങായിമാരെ സ്നേഹം ഇല്ലേ? ഒരു മെസ്സേജ് അയച്ചിട്ട് ഒന്ന് മിസ് കോൾ അടിച്ചിട്ട് തിരിച്ച് വിളിക്കുന്നുണ്ടോ, തിരിച്ച് റീപ്ലൈ തരുന്നുണ്ടോ, ഓന്റെ ചൊങ്ങായിത്തം എത്ര ഉണ്ട് നോക്കട്ടെ. അള്ളാഹു അവന്റെ അടിമയെ സ്നേഹിച്ചാൽ ചെയ്യല് പരീക്ഷിക്കലാണ്, തിരിച്ചിങ്ങോട്ട് എന്താ വരുന്നത് നോക്കാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ റദിയ, ആരെങ്കിലും ആ പരീക്ഷണം തൃപ്തിയോടെ സ്വീകരിച്ചാൽ, റബ്ബിന്റെ ഇഷ്ടം കൊണ്ട് തന്നതാണ്, ഫലഹു റിദാ, അള്ളാഹ് തിരിച്ച് അവനവന്റെ തൃപ്തിയും കൊടുക്കും. ഇനി അഥവാ ആരെങ്കിലും വമൻ സഖിത, ആർക്കെങ്കിലും അള്ളാന്റെ പരീക്ഷണത്തിൽ ദേഷ്യം പിടിച്ചാൽ, നിക്കാരം നിർത്തി, തൗഹീദ് നിർത്തി, തൗഹീദുമായിട്ടുള്ള ബന്ധവും നിർത്തി, പീടിയിൽ കസ്റ്റമർ വരുന്നില്ല, സെൽഫി പള്ളി പോയിട്ട് ഇനി ഞാൻ അങ്ങോട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങി, മോക്ക് പുതിയാപ്പള്ള കിട്ടുന്നില്ല, ഇനി ഞാൻ അങ്ങോട്ടില്ല, ഉപ്പ മരിച്ചു, സെൽഫികളെ ഖബറിസ്ഥാനിൽ കബറടക്കുന്നില്ല, ഇനി ആ പള്ളിയിലേക്കേ ഇല്ല. ഓമൻ സഖിത, റബ്ബിന്റെ പരീക്ഷണം എന്തെന്ന് തിരിയാതെ ആർക്കെങ്കിലും വെറുപ്പും ദേഷ്യവും വന്നാൽ ഫലഹു സുഖത്, അള്ളാന്റെ ദേഷ്യം അവനുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് പരീക്ഷണത്തെ ചില്ലറ സംഗതിയായിട്ട് കാണണ്ട, അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒന്ന് തോണ്ടുന്നതാണ്, നോക്കാൻ എത്രത്തോളം ഉണ്ട്. ഏതൊക്കെ കാര്യത്തിൽ പരീക്ഷണങ്ങൾ വന്നേക്കാം. പ്രധാനപ്പെട്ട ഒന്ന്, ഇഷ്ടപ്പെട്ടവരെയും ഇഷ്ടപ്പെട്ടതിനെയും അള്ളാഹു അകറ്റിയിട്ട് ചിലപ്പം പരീക്ഷിക്കും. ഇതുപോലെ എന്നറിയോ, ഒരാള് മുവഹിദായി എന്ന് വെച്ചാൽ അള്ളാന്റെ അബ്ദായി. മുവഹിദാവെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അബ്ദായി. അള്ളാഹുവിന്റെ ലക്ഷ്യം അവൻ പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. നാട്ടില് വലിയ പേരുള്ള ആളാണ്, ജമാഅത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു മുമ്പ്. നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഏത് കാര്യത്തിലും ഇയാളെ നോക്കിയിട്ട് പറയും, അയാൾ വേണം, ഇയാൾ വേണം, മംഗളത്തിന് അയാൾ വേണം, എന്ത് പരിപാടിക്ക് അയാൾ വേണം, പള്ളി കമ്മിറ്റിക്ക് അയാൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരൊറ്റ പ്രഭാതത്തിൽ അയാൾ പുറത്തായി. അയാള് നാട്ടിൽ ഏറ്റവും വെറുക്കപ്പെട്ട ആളായി. ഇന്നലെ വരെ ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് കിടന്ന് ഇങ്ങനെ ജീവിച്ചവൻ ഇന്ന് കാണുമ്പോ മുഖം തിരിച്ചു, മനസ്സ് കലങ്ങും, ഹൃദയത്തിൽ വല്ലാണ്ട് വേദന വരും. ചിലപ്പോ അസ്സലാമു അലൈക്കും പറയും, ആൾക്കാർ തിരിഞ്ഞിട്ട് നടക്കും, ഹൃദയം പടക്കാൻ തുടങ്ങും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തൗഹീദിലേക്ക് വന്നതിന്റെ പേരിൽ ബന്ധങ്ങളെ അകറ്റി പരീക്ഷിച്ച ചില ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫില്. പക്ഷെ അവര് 100 മാർക്കിന് പാസ്സായി. രാജകുടുംബാംഗങ്ങൾ ആ ചെറുപ്പക്കാര്, സാധാ ഒട്ടമൂട്ട കുടുംബത്തിൽപ്പെട്ട ആൾക്കാരല്ല, രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. ഇന്നോട്ടെ നാട്ടിന് വലിയ പേരും പെരുമയും പ്രശസ്തിയും ഒക്കെയുള്ള കുടുംബക്കാര് തൗഹീദിന്റെ വക്താക്കളായി. ഇല്ല, അള്ളാഹു മാത്രം എന്നവര് വാദിച്ചു. അള്ളാഹുവിലേക്ക് അടുക്കാൻ അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ നമുക്ക് ആവശ്യമില്ല. ശൈഖുനമാരും മൗലാനമാരും പ്രസംഗിക്കാൻ തുടങ്ങി, അവരെ വീട്ടിൽ പോയി കണ്ട് സംസാരിക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവരുമായിട്ടുള്ള ബന്ധം തകർക്കാൻ തുടങ്ങി. ആളുകൾ മിണ്ടാതെയായി, വീടുകൾ ബഹിഷ്കരിക്കാൻ തുടങ്ങി, ഭക്ഷണം വെള്ളം കിട്ടാതെ പട്ടിണിയായി. ഈ ചെറുപ്പക്കാരുടെ ഈമാൻ വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് നാട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പം ഗുഹയിലേക്ക് താമസം മാറി. നാട്ടിൽ ആര് പരിഗണിച്ചിട്ടില്ലെങ്കിലും എന്റെ റബ്ബ് എന്നെ പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന ചെറുപ്പക്കാർക്ക് ബോധ്യപ്പെട്ടു. നാട്ടിൽ നിന്നാൽ തോറ്റുപോകാൻ ചാൻസ് ഉണ്ട്. ഗുഹയിലേക്ക് പോയി. അവരെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? അവരങ്ങനെ ചെയ്ത് കാണിച്ച് എന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നിന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ച് ഉൾക്കൊണ്ടതും ദുനിയാവിന് വേണ്ടിയിട്ടല്ല എന്ന് എന്റെ മുമ്പിൽ തെളിയിച്ചപ്പോൾ നാം പിടിച്ചു നിർത്തി അവരുടെ ഹൃദയത്തെ മാറിപ്പോവാതെ. ഇന്നും അസ്ഹാബുൽ കഹ്ഫ് ഇലാ യൗമിൽ ഖിയാമ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഖുർആനിൽ ഓതപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപക്ഷെ തൗഹീദിന്റെ പേരിൽ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടാവാം. കുടുംബക്കാർ പകന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോ ഉപ്പാവും ഉമ്മാവും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. ചിലപ്പോ ഉപ്പാന്റെ സ്വത്ത് മക്കൾക്ക് തരൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചങ്ങാതിമാരിപ്പൊ കണ്ടിട്ട് മിണ്ടാന്നുണ്ടാവൂല. ഒരു കാര്യം ഉറച്ചു മനസ്സിലാക്കിക്കോളിൻ, നിങ്ങളുടെ തൗഹീദ് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥയിൽ അല്ലാഹു തൃപ്തനായിരിക്കുന്നു. അതിന് സത്യസന്ധതയുണ്ടോ എന്നറിയാൻ അല്ലാഹു പരീക്ഷണങ്ങളുടെ കെട്ടടിച്ചിരിക്കുന്നു. ജയിച്ചോളെ. സഹാബാക്കളും അങ്ങനെയാ ജയിച്ചത്. നമ്മൾ എന്താ മനസ്സിലാക്കിയ സഹാബാക്കളുടെ ആ കുടുംബ ബന്ധത്തെ പറ്റി?
ബദർ യുദ്ധത്തിന് വേണ്ടി നിൽക്കുകയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പുറത്ത് ശത്രുക്കളുടെ മുമ്പിൽ സ്വന്തം ഉപ്പ, അപ്പുറത്ത് വേറെ സഹാബിന്റെ അബൂബക്കർ സിദ്ദീഖിന്റെ മോൻ അപ്പുറത്ത്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവന്മാർ അപ്പുറത്ത്, ഇപ്പുറത്ത് ഇവരും. ഇത് അള്ളാന്റെ ഒരു പരീക്ഷയായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ ചെറുങ്ങനൊന്ന് തോന്നിപ്പോയി. ബാപ്പ ഉപ്പ അപ്പുറത്ത്, എന്താ ചെയ്യാ? അല്ലാഹു ആയത്തിറക്കി, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു. ഏ നബിയേ, മനസ്സിൽ ചെറിയ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് അനുയായികൾക്ക് ഈമാന്റെ വിഷയത്തിൽ. അങ്ങ് പറഞ്ഞു കൊടുത്തോളീൻ, അള്ളാഹുവിനോടും അള്ളാന്റെ റസൂലിനോടും വിശ്വാസം ഉറപ്പിച്ച സത്യവിശ്വാസികൾ അള്ളാഹും റസൂലിനും എതിര് കാണിക്കുന്നവരോട് ചെറിയ അർത്ഥത്തിൽ പോലും സ്നേഹബന്ധം കാണിക്കുന്നവരായിരിക്കൂല. അവരെ സ്നേഹം കിട്ടാൻ അള്ളാന്റെ സ്നേഹത്തെ ഒളിപ്പിക്കുന്നവനായിരിക്കൂല. അവരെ പരിഗണന കിട്ടാൻ, അവരൊരു ചിരി കിട്ടാൻ, അവര് പുറക്കുന്ന ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ അവൻ അള്ളാനെയും റസൂലിനെയും മാറ്റി വെക്കൂല. അള്ളാന്റെ പരീക്ഷയാണ്. ജയിച്ചോളിൻ. സഹാബാക്കൾ പാസ്സായി. സ്വന്തം ബാപ്പയും അമ്മാവന്മാരും ഇളയപ്പന്മാരും അപ്പുറത്തുനിന്ന് കൊല ചെയ്യപ്പെടുന്ന ഇപ്പുറത്തുനിന്ന് നോക്കി നിന്ന് മുവഹിദുകൾ ജയിച്ചു കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ അള്ളാഹു ഈമാനെ പരീക്ഷിക്കുക അങ്ങനെയായിരിക്കും. മോക്ക് 19 വയസ്സായി, 20 വയസ്സായി, 22ആയി, പുതിയാപ്പ വരുന്നില്ല. എന്താ കിട്ടാത്തത്? മുവഹിദാണ്. അവൻ ആരാണ്? അവൻ അള്ളാഹുവിന്റെ ആളാണ്. കാത്തു നിന്നോളിൻ, ഒരു ദിവസം വരാനുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റൻ. അള്ളാഹു പറഞ്ഞു. ചിലപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരീക്ഷിക്കാം ഇഷ്ടമുള്ള ആളുകളെ മെരിപ്പിച്ചുകൊണ്ട്. കരളിന്റെ കഷ്ണങ്ങൾ മെരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലരും മരണപ്പെട്ട പോലെ ആൺമക്കളൊക്കെ മരിച്ചു. ഒരു വാക്ക് അല്ലാഹുവിനോട് എടുത്തു പറഞ്ഞില്ല. അവസാനം ഇബ്രാഹിം എന്ന മോനും മരണപ്പെട്ടു. ഖബറടക്കം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഏങ്ങി കരയാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചു, യാ റസൂലല്ലാഹ് വ അൻത, നിങ്ങളും കരയാണോ? അബ്ദുറഹ്മാൻ, ഇത് കരുണയാണ്, കുഞ്ഞുങ്ങളോടുള്ള എന്റെ മനസ്സിന്റെ കാരുണ്യം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ഇബ്രാഹിം വ ഇന്നാ അലാ ഫിറാഖിക ലമഹ്സൂനൂൻ. മോനെ, നീ മരിച്ചതിൽ ഉപ്പാക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷേ എന്റെ റബ്ബിന്റെ വിധിക്കപ്പുറത്തൊന്നും പറയാൻ എനിക്ക് കഴിയൂല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുഞ്ഞുമക്കൾ മരിച്ച ആൾക്കാരുണ്ടാവും, മാതാപിതാക്കൾ മരിച്ചവർ, ഭാര്യയോ ഭർത്താവോ മരിച്ചവർ. അള്ളാഹു നോക്കും അവരുടെ ഖൽബിന്റെ ചായ്വ് അങ്ങോട്ടാണോ അതല്ലത് ചെയ്ത എന്നോടാണോ എന്ന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ എത്ര സ്നേഹിച്ചു എന്നറിയോ? അവരുടെ സ്നേഹത്തിന്റെ ഒരു കടുപ്പം. ഇന്ന് 2500 അടി ഉയരമുണ്ട്. ഏത്? ഹിറ ഗുഹ, ഗാർ ഹിറ. ഇന്ന് അത് 1500ഓളം വർഷങ്ങൾ കഴിഞ്ഞ് കല്ലുകൾ പോയി, മണ്ണുകൾ പോയി, കാറ്റടിച്ച് പിന്നെ കുറെ മണ്ണ് വന്ന് കൂടി ഉയരം കുറഞ്ഞു. അന്നൊരു പക്ഷേ താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു 5000ഓളം അടി ഉയരമുള്ള ഗാർ ഹിറ. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇന്ന് അതിന്റെ മുകളിൽ കയറാൻ സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പൊ വണ്ടി കയറാനുള്ള സൗകര്യവും ഗവൺമെന്റ് ആക്കിയിട്ടുണ്ട് ഹിറാ ഗുഹന്റെ മുകളിൽ. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിനുള്ള ഭക്ഷണവും കൊണ്ട് കയറി 5000 അടി ഉയരത്തിലുള്ള മലമുകളിലേക്ക്. അത്ര ഇഷ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഞാൻ ഖദീജനെ കണ്ടിട്ടേ ഇല്ല, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ നാവിന്ന് ഖദീജയെ പറ്റി കേട്ട് കേട്ട് എനിക്ക് അസൂയ വന്നുപോയി. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ ഖുറൈശികളിൽപ്പെട്ട പല്ല് കൊഴിഞ്ഞ കിളവിയെ പറ്റി എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനില്ല നിങ്ങൾക്ക് സൗന്ദര്യമുള്ള ഒരു ഭാര്യ, ചെറിയ കുട്ടി. റസൂലുള്ളാഹിന്റെ മുഖം മാറി. ആയിഷ, നിനക്കറിയില്ല ഖദീജയെ പറ്റി. റസൂലുള്ളാഹി കല്യാണം കഴിക്കുമ്പോ ഖദീജ കോടീശ്വരിയാണ്, മക്കയിലെ ഏറ്റവും വലിയ കച്ചവടക്കാരിയാണ്. ശഅബ് അബി താലിബ് എന്ന മലഞ്ചെരുവിലെ 3 വർഷക്കാലത്തെ ഉപരോധം. ബനൂ ഹാഷിമിനോട് കച്ചവടം പാടില്ല, തിന്നാനും കുടിക്കാനും പാടില്ല, കൊടുക്കാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല. 3 കൊല്ലം കൊണ്ട് ഭക്ഷണവും വെള്ളവും തീർന്ന് പട്ടിണി സഹിച്ച് ദാഹിച്ച് വലഞ്ഞ് പിഞ്ചു പൈതങ്ങളും മരിച്ചൊടുങ്ങാൻ തുടങ്ങി. ഖദീജ റളിയല്ലാഹു അൻഹ കോടിക്കണക്കിന് വരുന്ന സ്വത്ത് മുഴുവൻ ഈ 3 വർഷക്കാലം കൊണ്ട് തീർത്തു. ശഅബ് അബി താലിബിൽ കൊടുത്തിട്ട്.
അത്ര സ്നേഹമായിരുന്നു റസൂലുള്ളാഹിനോടും ദീനിനോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഖദീജയെ അല്ലാഹു വളർത്തിയെടുത്തു. 53-ാമത്തെ വയസ്സിൽ ഖദീജ, ആ വർഷത്തിന് പറയപ്പെട്ട പേരെന്താ ചരിത്രത്തിൽ? ആമുൽ ഹുസ്ൻ, റസൂലുള്ളാഹിന്റെ സങ്കടത്തിന്റെ വർഷം. അല്ലാഹു നോക്കും ആരോടാ മുഹബ്ബത്ത്, ആരോടാ കൂറ്. അങ്ങനെ ഒരു ഖദീജ പോയി കഴിയുമ്പോഴേക്കും മൂലക്ക് ഒതുങ്ങി പോകുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചു. അതുമല്ലെങ്കിൽ ചിലപ്പം ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചേക്കാം. കയറുന്ന കച്ചവടം എല്ലാം പൊളിയുന്നു, ക്ലച്ച് പിടിക്കുന്നില്ല, ആൾക്കാർ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇവൻ അങ്ങനെ തന്നെ. ആ ജാറത്തിലെ പണ്ടാരത്തിൽ പൈസ ഇട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആവുമോ? ഇപ്പൊ ഉലിയാക്കളെ വിട്ടു പോയിട്ടല്ലേ, ആ തങ്ങളെ പോയി കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് എഴുതി വാങ്ങിക്കൂടെ? പറയാൻ തുടങ്ങും, കുറ്റപ്പെടുത്താൻ തുടങ്ങും, ആക്ഷേപിക്കാൻ തുടങ്ങും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞെന്താ അറിയോ? അടിമകളെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, എനിക്ക് നിങ്ങളോട് ഇഷ്ടം വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് അങ്ങ് തരുമെന്ന്? നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. فلما نسوا ما ذكروا به, ഞാൻ അവർക്ക് ബോധനം നൽകിയതിന് അവർ മറന്നു കളഞ്ഞപ്പോൾ, ഖുർആനെ മറന്നു, പ്രവാചകന്മാരെ മറന്നു, ഉപദേശം മറന്നു, ദീൻ മറന്നു, അവരങ്ങ് സുഖിച്ച് ജീവിക്കാൻ തുടങ്ങി. നമ്മൾ എന്ത് പറയും? കഴിഞ്ഞു, ഓന്റെ കഥ കഴിഞ്ഞു, ഇനിയിപ്പോ ഓന്റെ കച്ചവടം പൊട്ടും, ഇനി ഒന്നും കിട്ടൂല. അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞു. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എന്റെ അടുത്ത് നിന്ന് അടിമ അകലുന്നു എന്ന് കണ്ടാൽ ഞാൻ അവന് സർവത്തിന്റെയും വാതിലുകൾ തുറന്നു കൊടുക്കും. ദുനിയാവും സുഖ സൗകര്യങ്ങളും അമിതമായിട്ട് അവന് കിട്ടാൻ തുടങ്ങും. ദീനില്ല, പക്ഷെ ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടും. പുറത്ത് നോക്കുന്ന ആൾക്കാർ പറയും, ശരി എന്നല്ലേ, വെറുതെ നിസ്കാരം നോമ്പ് നിർബന്ധം കാര്യം ഓനെ നോക്കിയേ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. എന്നിട്ടോ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ അവര് നല്ല സന്തോഷത്തോടെ സുഖിച്ച് കഴിയുന്നതിനിടയിൽ അഖദ്നാഹും ബഗ്ത, പെട്ടെന്നൊരു പിടുത്തം ഞാനിതാ അവനെ പിടികൂടുന്നതാണ്. അന്ന് ആൾക്കാർ പറയും, ഓ രക്ഷപ്പെട്ടു പോയി, നമ്മളാറ്റയില് പെട്ടുപോയിനെങ്കിൽ ഫഇദാഹും മുബ്ലിസൂൻ, അന്ന് അവരെ നിങ്ങൾക്ക് നിരാശരായിട്ട് കാണാം. കാരണം പരീക്ഷ നടന്നപ്പം മനസ്സിലായില്ല, പരീക്ഷയാന്ന് ബോധ്യപ്പെട്ടപ്പോഴേക്കും അള്ളാന്റെ പിടുത്തം വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും ദാരിദ്ര്യം വരുന്നുണ്ട്, രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്, മനസ്സിലായിക്കോളൂ, അള്ളാഹു എന്തോ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്, വെറുതെ അല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാം. രോഗങ്ങൾ തരാം, മാരകമായ രോഗം, സ്വന്തത്തിന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വന്തത്തിനാവാം, ഭാര്യാമക്കൾക്കാവാം, ഉപ്പാക്കുമ്മാക്കും ആവാം, ബന്ധുക്കൾക്കാവാം. എന്തിന്? ഈമാൻ ടെസ്റ്റ് ചെയ്യാൻ. ഏത് പരീക്ഷ വന്നാലും മുഅ്മിൻ അതിനെ കണക്ട് ചെയ്യും ഈമാനിനോട്, അള്ളാഹിനോടുള്ള മുഹബ്ബത്തിനോട്. എന്ത് ചെയ്യണം ആ സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികൾ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഒന്ന്, അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അത് വെറുതെ പറഞ്ഞൊരു ഡയലോഗല്ല. ലാ തഹ്സൻ, വിഷമിക്കണ്ട, ഒരു പ്രയാസവും വേണ്ട. ഇന്നല്ലാഹ മഅനാ, റബ്ബ് കൂടെയുണ്ട്. നീ ആരെയാ വിളിക്കുന്നത്? നീ ആർക്കാ നിസ്കരിക്കുന്നത്? നീ ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാ 4 മണിക്ക് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്? നീ ആർക്ക് വേണ്ടിയിട്ടാ പള്ളിയിൽ വന്നിരുന്ന് ദിക്റും തസ്ബീഹും ഖുർആനും ഒക്കെ നടത്തുന്നത്? ഓനില്ലേ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, ഓനുണ്ട്. ലാ തഹ്സൻ, വിഷമിക്കല്ല, പ്രയാസപ്പെടല്ല, ഒരു സഹായം വരും തീർച്ചയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്. രണ്ടാമത് അള്ളാഹു പറഞ്ഞു, ഖുൽ, നബി അങ്ങ് പറഞ്ഞു കൊടുക്ക എൻ്റെ അടിമകളോട്, സത്യവിശ്വാസികളോട്, ലയ്യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ജീവിതത്തിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതെന്റെ റബ്ബ് എൻ്റെ ലിസ്റ്റിൽ എഴുതി തീരുമാനിച്ചത് മാത്രമാണ്. ഹുവ മൗലാന, അവനാ നമ്മുടെ നേതാവ്, അവനാ നമ്മുടെ ഉടമസ്ഥൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് സത്യവിശ്വാസികൾ അവനെ ഏൽപ്പിച്ചോളും കാര്യങ്ങൾ. അതുകൊണ്ട് പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. പ്രിയപ്പെട്ടവരെ, പരിധി ലംഘിക്കരുത്, അള്ളാഹുവിനെ ആക്ഷേപിക്കരുത്, ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മടുപ്പ് വരരുത്. മനസ്സിലായിക്കൊള്ളും, റബ്ബ് എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട്, എന്നെ പരീക്ഷിക്കുന്നുണ്ട്, റബ്ബ് കൂടെയുണ്ട്. വിഷമിക്കണ്ട, നഫ്സിന് പറഞ്ഞു കൊടുക്കണം, ഒരു സഹായം, ഒരു വിടുതൽ, ഒരു പോംവഴി വരാനിരിക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅലം, നീ അറിഞ്ഞോളണം കേട്ടോ, അന്നമാ അസാബക്, ദുനിയാവിൽ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലം യകുൻ ലിയുഖ്തിഅക്, അത് നിനക്ക് നഷ്ടപ്പെടേണ്ടതായിരുന്നില്ല.
ആര് തടഞ്ഞാലും ആര് എന്ത് പണിയെടുത്താലും അത് എൻ്റെ അടുത്ത് എത്തിയിരിക്കും. വമാ അഖ്തഅക്, നിനക്ക് കിട്ടാതെ പോയതിൽ നീ വിഷമിക്കണ്ട, നീ മനസ്സിലായിക്കൊള്ളമൻ അത് നിനക്ക് കിട്ടേണ്ടതല്ലായിരുന്നു. ലം യകുൻ ലിയുസീബക്, നിനക്ക് കിട്ടേണ്ടതല്ല. നീ എന്ത് തലകുത്തി മറിഞ്ഞാലും അത് കിട്ടൂല. കിട്ടിയതിൽ അൽഹംദുലില്ലാഹ്, ഖൈറാവട്ടെ ഷർറാവട്ടെ. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മ കൊണ്ടും പരീക്ഷിക്കും തിന്മ കൊണ്ടും പരീക്ഷിക്കും. അതുകൊണ്ട് ഒന്ന്, സബറോടുകൂടി അള്ളാഹുവിൽ അർപ്പിക്കുക. രണ്ട്, ദുആ വർദ്ധിപ്പിക്കുക. ഏത് ദുആ? അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് സത്യവിശ്വാസികൾ പഠിക്കുന്നില്ല, പറയുന്നില്ല. എന്നാലോ പ്രയാസങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, അള്ളാഹനെ വിട്ടു, അള്ളാഹു പറഞ്ഞു തന്ന പോംവഴികൾ വിട്ടു ആൾക്കാരുടെ അടുത്തേക്ക് പോവാൻ തുടങ്ങി. തങ്ങന്മാരടുത്ത് പോയിട്ട് കാര്യമില്ല, മൗലാമാരടുത്ത് പോയിട്ട് കാര്യമില്ല, ജാറത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ചു. അങ്ങനത്തെ പരീക്ഷ വരുമ്പോ നിങ്ങൾ എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാദിൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക് അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അല്ലംതഹു ഫി കിതാബിക് ഔ അൻസൽതഹു ഫി കിതാബിക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് ഔ ഇസ്തഅസർത ബിഹി ഫി ഇൽമി الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ഈ ദുആ അറിയുന്ന എത്ര മുഅ്മിനീങ്ങൾ എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടാവും? പരീക്ഷ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ കുറ്റം പറയും ചെയ്യും, അങ്ങനാന്നില്ല ഇങ്ങനാന്നില്ല മറ്റത് മറിച്ചത്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞെന്ന വഴിയുണ്ട്, അത് എത്ര പേർക്കറിയാം? അവിടെ നമ്മൾ തോറ്റുപോകുന്നത്. അത് പറയണം. അത് പറഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ അദ്ഹബല്ലാഹു ഹമ്മഹു, അവന്റെ ദുഃഖം അല്ലാഹു പോക്കും, വഅബ്ദലഹു മകാനഹു ഫർഹ, അതിന് പകരമായിട്ട് അല്ലാഹു സന്തോഷവും കൊടുക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. നമ്മളെ കൽബിനേക്കാളും അധികം നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമായ പ്രവാചകന്റെ വാക്ക്. അർത്ഥം എന്താ അറിയോ? അല്ലാഹുവേ ഇന്നി അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്. പള്ളിയുടെ മെഹ്റാബിന്റെ അടുത്ത് വന്നിരിക്കണം ഒറ്റക്ക്. പുറത്ത് പോകുമ്പോഴേ തേടിയിട്ട് പോണ്ട, ഒറ്റക്ക് വന്നിരിക്കണം, കൈവക്കണം റബ്ബുൽ ആലമീന്റെ ദർബാറിലേക്ക്. എന്നിട്ട് അള്ളാഹിനോട് വർത്താനം പറയും പോലെ പറയണം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്. ഉസ്താദിനെ കൊണ്ട് ചെല്ലിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉസ്താദിന് നല്ല പൈസ കിട്ടും, അയാൾ പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. അള്ളാഹിനോട് നമ്മൾ പറയണം, അല്ലാഹുവേ ഇന്നി അബ്ദുക്, ഞാൻ നിന്റെ അടിമയാണ്, സമ്മതിച്ചു, നീ എന്ത് ചെയ്താലും എനിക്ക് സഹിച്ചേ പറ്റൂ, നീ എൻ്റെ മുതലാളിയാണ്. ഇബ്നു അബ്ദിക്, നിന്റെ അടിമന്റെ ഒരു മോനാണ്. ഇബ്നു അമതിക്, നിന്റെ അടിയാത്തിന്റെ ഒരു മോനാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് തല പൊക്കി നിൽക്കാൻ ഒന്നുമില്ല. ഞാനും അടിമ, എൻ്റെ ഉപ്പയും അടിമ, എൻ്റെ ഉമ്മയും നിന്റെ അടിമ. നാസിയതി ബിയദിക്, 4, എൻ്റെ പിടുത്തം നിന്റെ കൈവലാണ്, എൻ്റെ ഓരോ സെക്കൻഡും നിന്റെ കൺട്രോളിലാണ്, എൻ്റെ കൈമല്ല. മാദിൻ ഫിയ ഹുക്മുക്, 5-ാമത്തെ വാക്ക്, എൻ്റെ ജീവിതത്തിൽ എന്ത് വിധികൾ വരുന്നുണ്ടെങ്കിലും നിന്റെതാണ്, എന്ത് നടക്കുന്നുണ്ടെങ്കിലും നിന്റെ തീരുമാനമാണ്. അദ്ലുൻ ഫിയ ഖദാഉക്, നീ എന്ത് തീരുമാനിച്ചാലും പൂർണ്ണ നീതിയാണ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തൂല്ല, ഞാൻ നിന്നോട് ആക്ഷേപം പറയൂല, അപരാധിയും പറയില്ല. നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നീതിപൂർണമാണ്, സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, കാരണം ഞാൻ നിന്റെ അടിമയാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, 7-ാമത്തെ വാക്ക്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഇസ്മുകൾ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലെങ്കിൽ ഔ അൻസൽതഹു ഫീ കിതാബിക്, നീ നിന്റെ കിതാബിൽ ഇറക്കി നമ്മളെ പഠിപ്പിച്ച നിന്റെ ഇസ്മുകൾ, അസ്മാഉൽ ഹുസ്ന പഠിക്കണം, അറിയണം, അള്ളാന്റെ പേരുകൾ, ആ പേര് വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, 9-ാമത്തെ വാക്ക്, അല്ലെങ്കിൽ നീ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രത്യേകം ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഇസ്മുകൾ എല്ലാവർക്കും അറിയൂല, അതും വെച്ച് ഞാൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ നീ ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത നിന്റെ ഗൈബിയായ ഇൽമിൽ നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ പേരുകൾ, ആ പേരിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. എന്ത്? 10-11 കാര്യങ്ങൾ അള്ളാഹിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് ചോദിക്കുന്നു, അൻത ജഅലൽ ഖുർആന, ഈ പരിശുദ്ധ ഖുർആനെ നീ ആക്കി തരണമേ, റബീഅ ഖൽബി, എൻ്റെ കൽബിന്റെ വസന്തം. വസന്തം എന്ന് പറഞ്ഞാൽ മിടുക്കിയർക്ക് മനസ്സിലാവും, മലമുകളിലും കാട്ടിലും പൂവുകൾ വളർന്നു നിൽക്കുന്ന ആ പൂക്കാലം എന്ന് പറഞ്ഞാൽ
വിഷമം വന്നു, അടിമ എന്ത് ചെയ്യും? ഉടനെ ഖുർആൻ എടുക്കും, ഒരു പേജ് 2 പേജ് ഓതും. ഓതി കഴിയുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചങ്ങായിനെ കാണാൻ പോയി, കണ്ണൂര്. എൻ്റെ അടുത്ത ചങ്ങായിയാണ്. വലിയ പരീക്ഷണത്തിൽ കുടുങ്ങി, വലിയ കടബാധ്യത വന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കട്ടെ. പഴയ കാലത്തെ പോലെ പ്രതാപത്തോടെ ജീവിക്കാനുള്ള വഴി അള്ളാഹു എളുപ്പമായി കൊടുക്കട്ടെ. കുറേ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദെ, വിഷമം കൂടുമ്പോൾ ഞാൻ നേരത്തെ പള്ളിയിലേക്ക് പോവും, ഖുർആനെടുത്ത് ഓതാനിരിക്കും, 2-3 ജുസ് ഓതും. ഓതി കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു റാഹത്താണ് മനസ്സിൽ. അപ്പൊ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് ഈ വാക്കാൻ, അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി. നമ്മളെന്താ ചെയ്യുക? വിഷമം വരുമ്പോൾ ഫോൺ എടുക്കും, മുഹമ്മദ് റാഫിൻ്റെ പാട്ട് അല്ലെങ്കിൽ പുതിയ പാട്ടുകാരൻ്റെ പാട്ട് കേൾക്കുമ്പോൾ കുറച്ച് അള്ളാഹു കാക്കട്ടെ, ഇല്ലെങ്കിൽ ഒരു കോമഡി ഷോ ചിരിക്കാൻ. അതിനായിട്ട് ടി വിയിൽ പരിപാടി ഉണ്ടാവും, വിഷമിക്കുന്ന ആൾക്കാർക്ക് പ്രയാസം തീർത്തു കൊടുക്കാൻ പൊട്ടിച്ചിരിക്കാൻ പറ്റിയ പരിപാടികൾ. മുഅ്മിൻ മുവഹിദ് ഓൻ ഖുർആനിലേക്ക് മടങ്ങും. എന്ത് പ്രയാസം വന്നാലും ഒരായത്ത് ഓതുമ്പോഴേക്കും കണക്റ്റ് ആവും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരായത്ത് ഓതുമ്പോഴേക്കും കൽബ് കണക്റ്റ് ആവും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇതാണ് മുഅ്മിൻ. രോമാഞ്ചം വരും ഈ ആയത്ത് കേൾക്കുമ്പോൾ. മുഅ്മിൻ ആരെന്നറിയോ? വിഷമമുണ്ട്, പ്രയാസം, പരീക്ഷ ഒന്നും നടക്കുന്നില്ല, ഖുർആൻ ഓതും, ഈമാൻ കൂടാൻ തുടങ്ങും. ഇങ്ങനെ വന്ന് കണക്റ്റ് ആവും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഓനേൽപ്പിച്ചിട്ട് ഇറങ്ങും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അങ്ങനെ ഏൽപ്പിച്ചാൽ ഞാനുണ്ടാ നിന്നെ നോക്കാൻ. അള്ളാന്റെ വഅദയാണ് ഖുർആനിൽ. അതുകൊണ്ട് അന്ത ജഅലൽ ഖുർആന റബീഅ ഖൽബി, എൻ്റെ ഹൃദയത്തിന്റെ വസന്തമാക്കിത്ത. വജലാഅ ഹുസ്നി, എൻ്റെ ദുഃഖത്തെ കരിച്ചുകള റബ്ബേ. വദഹാബ ഹമ്മി, എൻ്റെ ഈ മൂടല്, മനസ്സിന്റെ ഒരു കുത്തല് നീ പോക്കിക്കള അല്ലാ എന്ന് ദുആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാരെങ്കിലും പറഞ്ഞാൽ ഇല്ല അദ്ഹബല്ലാഹു ഹമ്മ, അവന്റെ വിഷമം അല്ലാഹു പോക്കാതിരിക്കൂല. വഅബ്ദല മകാനഹു ഫറഹ, പകരം അല്ലാഹു എന്ത് കൊടുക്കും? സന്തോഷം കൊടുക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും മനസ്സിലായിക്കൊള്ളാം, അള്ളാഹു ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആദർശത്തിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ എന്തെങ്കിലും നഷ്ടമാകുമ്പം, രോഗിയാവുമ്പം, കച്ചവടം പൊളിയുമ്പം, കടങ്ങൾ വരുമ്പം മനസ്സിലായിക്കോളൂ, കണക്ഷൻ എറിയാവുന്നുണ്ട്, കുറച്ചും കൂടി അടുത്തോളം. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ഒരു കാര്യം കൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടറിയോ? ഈ പരീക്ഷ നമ്മൾ ആഗ്രഹിച്ചൂടാ. എനിക്ക് അള്ളാഹിനോടുള്ള മുഹബ്ബത്ത് തെളിയിക്കാൻ ഒരു അവസരം, എൻ്റെ ഈമാന്റെ കണക്ഷൻ തെളിയിക്കാൻ ഒരു അവസരം അല്ലാഹു തരട്ടെ. തോറ്റുപോകും. സഹാബാക്കൾക്ക് കിട്ടിയ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ഒരു തണലിൽ അവിടെ ചാരി ഇരിക്കുകയാണ്. വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ യദഉല്ലാഹ ലനാ, ഒന്ന് ദുആ ചെയ്തുകൂടെ അള്ളാഹിനോടൊരു സഹായം കിട്ടാൻ? എന്തൊരു പ്രയാസത്തിലാണ് നമ്മൾ ഈമാന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചാരിയിരുന്ന പ്രവാചകൻ നേരെ ഇരുന്നു പറഞ്ഞു, നമുക്ക് മുമ്പ് വന്ന സമുദായത്തിലെ ചില പ്രവാചകന്മാർ അവരുടെ ഈമാന്റെ വിഷയത്തിൽ എത്ര പരീക്ഷിക്കപ്പെട്ടെന്നറിയോ? അവരുടെ ഖൗമ് ആ പ്രവാചകന്മാരെ പിടിച്ച് കുഴിച്ചിടും, മുട്ടുവരെ മണ്ണിനടിയിൽ കുഴിച്ചിടും. എന്നിട്ട് ഈർച്ച വാളുകൊണ്ട് വന്ന് തലയിൽ നിന്ന് നടുക്കങ്ങ് പൊളക്കും. ഒരു ഭാഗം അങ്ങോട്ട് വീഴും, മറ്റത് ഇങ്ങോട്ട് വീഴും. എന്നിട്ടും അവര് കുലുങ്ങിയില്ല. നിങ്ങൾ എന്താ ഈ ധൃതി കാണിക്കുന്നത്? എന്നിട്ട് ഈ ആയത്ത് ഒതുക്കൊടുത്തു. അന്നേരം ഈ ആയത്ത് ഇറങ്ങിയത്. ആൾക്കാർ വന്ന് ചോദിക്കുന്നു പ്രവാചകനോട്, എന്താ പോലെ സഹായം കിട്ടാത്തത്? അള്ളാഹു ചോദിച്ചു, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഞാൻ കൊടുത്ത പരീക്ഷണം നിങ്ങൾക്ക് തരാതെ നിങ്ങളങ്ങ് രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ലില്ല, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പരീക്ഷ വരുമ്പോൾ എന്ത് മനസ്സിലായിക്കൊള്ളണം? സഹായം അടുത്തെത്തിയിട്ടുണ്ട്. ഇത് ടെസ്റ്റാണ്. പാസ്സായവന് സഹായം അപ്പുറത്തുണ്ട്. അതുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ, താങ്ങാൻ കഴിയില്ല. മറിച്ച് എന്ത് ചെയ്യണം? അഥവാ വിശ്വാസികളിൽ ആരെങ്കിലും പരീക്ഷിക്കപ്പെട്ടതായി കണ്ടാൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ തൗഹീദിന്റെ വിഷയത്തിൽ നാട്ടിൽ ബഹിഷ്കരിക്കപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ആരും അയാളുടെ മുണ്ടുന്നില്ല, ആരും വർത്താനം പറയുന്നില്ല, അയാളുടെ കുടുംബക്കാർ വരെ മുണ്ടാണ്ടിരിക്കുന്നു. ഭയങ്കര സങ്കടം, ദുഃഖം അയാൾക്ക് ഇത് കണ്ടു. അല്ലെങ്കിൽ അയാൾ രോഗിയായി, ഉമ്മ രോഗി, ഉപ്പ രോഗി, ഭാര്യ രോഗി, ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ ഓടുന്നു.
എന്തു പറയണം? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല. എനിക്കറിയാം നിങ്ങളിൽ അധികം പേർക്കും ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ഖുതുബ ഇനി യൂട്യൂബിൽ വരുമ്പോൾ കേൾക്കണം, എഴുതിയെടുത്തിട്ട് പഠിക്കണം. അതിനാണ് ഖുതുബ. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന എന്തിനാണ്? ഈ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ആഫാനി, എനിക്ക് സുഖം തന്നവൻ. മിമ്മ ഇബ്തലാക ബി, നിന്നെ പരീക്ഷിച്ച ആ പരീക്ഷയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയവൻ. എൻ്റെ കഴിവുകൊണ്ടല്ല. ഈ ഇരിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ഒരുത്തൻ അള്ളാഹു സെലക്ട് ചെയ്യും. നിന്റെ ഈമാൻ ഞാൻ നോക്കട്ടെ, രോഗി, കിഡ്നി രോഗം, ക്യാൻസർ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹ്ക്ക് എന്നെയും ഒന്ന് തോണ്ടിക്കൂടെ? പക്ഷെ അൽഹംദുലില്ലാ, എന്നെ റബ്ബ് സെലക്ട് ചെയ്തില്ല. എൻ്റെ മക്കളെയും നോക്കിയില്ല, എൻ്റെ ഭാര്യമാർക്കും കൊടുത്തില്ല. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് സ്തുതി. പിന്നെ എന്ത് പറയരുത്? അന്നേരെ പറഞ്ഞിട്ടേ വെരിച്ച് പാലി തിന്നണ്ടെന്ന്. അപ്പോഴേ പറയുന്നല്ലേ രാവിലെ 1 മണിക്കൂർ ഓടാൻ പോകണമെന്ന്. അന്നേരെ പറയുന്നല്ലേ ഇടക്കിടക്ക് ചെക്കപ്പ് ചെയ്യണമെന്ന്. അതൊക്കെ സബബ് മാത്രാട്ടോ, കൽബ് അങ്ങോട്ട് പോകരുത്. കൽബെപ്പോഴും അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്ക് തന്നില്ല. വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീല, അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആർക്കും കിട്ടാത്ത എന്തൊക്കെയോ എൻ്റെ റബ്ബ് എനിക്ക് തന്ന് എന്നെ ശ്രേഷ്ഠവാനാക്കി. അള്ളാഹുവേ നിനക്ക് സ്തുതി. ഇത് പറയുന്ന അടിമയോട് അള്ളാഹ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു ഇഷ്ടമായിരിക്കും. ആ അടിമ കണ്ടില്ലേ, സഹോദരനെ പരീക്ഷിക്കുന്ന കണ്ടപ്പോൾ ഓൻ എൻ്റെ അടുത്തേക്ക് മടങ്ങി. റസൂലുള്ളാഹി പറഞ്ഞു, ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ ഊഫിയ മിൻ ദാലികൽ ബലാഇ കാഇനം മാ കാൻ, എന്ത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷണം ഈ ദുആ പറഞ്ഞോന് വരികയില്ല. ഹദീസ് യഖീനാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. എന്ത് കണ്ടിട്ടാണോ പറഞ്ഞത് അപ്പരീക്ഷണം പിന്നെ അള്ളാഹുവിന് കൊടുക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിക്കേണ്ട വേണം, പറയണം, ചെയ്യണം. പരീക്ഷ വരുമ്പം കൂടുതൽ അള്ളാഹുവിലേക്ക് എടുക്കണം. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ.